സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രേണു സുധിയുടെ പരാമർശങ്ങളും അതിനെതിരെയുള്ള നമ്മുടെ ഫിറോസ് എന്ന് പറയുന്ന വീട് പണിത് കൊടുത്ത ആളിൻ്റെയും അതേപോലെ തന്നെ ആ വസ്തു കൊടുത്തതും അതേപോലെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ബിഷപ്പ് എന്ന് പറയുന്ന നോബിൾ എന്ന് പറയുന്ന അച്ഛൻ്റെയും കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം രേണുവിന് എന്താണ് പറയാനുള്ളതെന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പങ്കിട്ടത്. അപ്പോൾ അതിൽ ഇന്നൊരു വീഡിയോ ഞാൻ കണ്ടതാണ്. രേണുവിൻ്റെ അച്ഛനും രേണുവും കൂടിയിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുത്തിരിക്കുന്നത്. അത് മെയിൻ സ്ട്രീം 1 എന്ന് പറയുന്ന ഒരു ചാനലിൽ അവർ കൊടുത്തൊരു അഭിമുഖത്തിലാണ് പറയുന്നത്. അതായത് അയാൾ ഈ പറയുന്ന ബുൾഡോസർ കൊണ്ടുവന്ന് വീട് പൊളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫിറോസ്. അങ്ങനെയാണെങ്കിൽ നീ അങ്ങ് പൊളിച്ച് കള, എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണുവിൻ്റെ പിതാവ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ വീട് പണിത് കൊടുത്ത ആള് ഫിറോസ് എന്ന് പറയുന്ന ആളാണ്. KHEDC എന്ന് പറയുന്ന ഒരു ബിൽഡേഴ്സ് ആണ്. അവരാണ് അതിൻ്റെ ഓണറാണ് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി. അവരുടെ സുമനസ് കൊണ്ട് വീടും പണിത് കൊടുത്ത് അവിടെ ഫർണിച്ചറും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തതിന് അവർക്ക് കിട്ടിയൊരു തിരിച്ചടി അല്ലെങ്കിൽ അവർക്ക് കിട്ടിയൊരു ഉപകാരമാണ്, അല്ലെങ്കിൽ ഒരു നന്ദി അറിയിക്കലാണ്. അവരെ വെല്ലുവിളിക്കുക, അവരുടെ സ്ഥാപനം പൂട്ടിക്കുക, അവരുടെ ഈ പറയുന്ന ബിസിനസ്സിനെ തകിടം മറിക്കുക, അല്ലെങ്കിൽ ബിസിനസ് ഇല്ലാതാക്കുക എന്നുള്ള രീതിയിൽ ഈ രേണുവും കുടുംബവും കൂടി ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ട് ചെയ്യുന്നത്. നമുക്കറിയാം രേണുവിൻ്റെ വീട്ടിൽ സുധിലൈവ് എന്ന് പറയുന്ന വീട്ടിൽ ഈ പറയുന്ന ആ കുഞ്ഞിനും പ്രതാപൻ എന്ന് പറയുന്ന കിച്ചു എന്ന് പറയുന്ന കുഞ്ഞിനും ഒക്കെ വേണ്ടിയിട്ട് ഇവർ പണിത് കൊടുത്തൊരു വീടാണ്. ആ വീട്ടിൽ രേണുവിനും ഇവർക്ക് 3 പേർക്ക് കൂടെ താമസിക്കാൻ പണിത് കൊടുത്ത വീടാണ്. അവിടേക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം കൂടെ കയറി വന്നിട്ട് അട്ടിയടിക്ക് കിടന്നിട്ട് ഈ വീട് പണിത് കൊടുത്ത ആളുകൾക്കെതിരെ ഇവർ പറയുകയാണ്, വീട് പൊളിക്കാൻ ധൈര്യമുണ്ട്, നീയൊക്കെ ഒന്ന് പൊളിക്കടാ, നീയൊക്കെ എന്ത് അധികാരമാണ് നിനക്കൊക്കെ പറയാനുള്ളതെന്ന്. സ്വന്തമായിട്ട് മകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ കഴിവില്ലാതായി പോയ ഒരു അച്ഛനാണ് രേണുവിൻ്റെ അച്ഛൻ. എന്നിട്ട് അയാൾ വന്നിട്ട് പറയുകയാണ് ഈ ഫിറോസ് വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്, ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നുള്ളത്. എന്നിട്ട് രേണു അതിനൊരു കാരണം കൂടി പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയാലല്ല, എൻ്റെ കുടുംബം ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ ആ കുഞ്ഞിനെ ആര് നോക്കും, കുഞ്ഞിന് പ്രായം കുറവാണ്, ആ കുഞ്ഞ് എങ്ങനെ വളരും, അവൻ നഴ്സറി പഠിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രസ്താവന ഇറക്കുന്നുണ്ട്. രേണുവിനും രേണുവിൻ്റെ മക്കൾക്കും താമസിക്കാൻ തന്നിരിക്കുന്ന ഒരു വീടാണെങ്കിൽ അവിടെ നിങ്ങൾ 3 പേരും താമസിക്കേണ്ടതിന് പകരം ഒരു സാമ്രാജ്യം മുഴുവനും കൊണ്ടുവന്ന് അവിടോട്ട് അങ്ങ് നിങ്ങൾ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ആ വീട്ടിൽ ചോർച്ച കൂടി ഉണ്ടെന്നുള്ളത്. ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു തരത്തിലേക്ക് ആളുകളെ തിങ്ങിക്കയറ്റി പാർപ്പിച്ചിട്ട് ആ വീട് നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ദാനം കിട്ടിയതാണെങ്കിലും ആ കിട്ടിയതിനെ കുറച്ചെങ്കിലും അതിനൊരു വാല്യൂ കൊടുക്കണ്ടേ? ആ വീട് തന്ന വ്യക്തിയെ പറ്റി പറയുമ്പോൾ അവർ നിങ്ങൾക്ക് നന്മയാണ് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട്, അവരെ ദൈവത്തെ പോലെ ദൈവതുല്യരായിട്ട് കാണേണ്ടതിന് പകരം അവർക്കെതിരെ അപരാധം വന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? സഹായിച്ചവരെ തന്തയില്ലായ്മ കാണിച്ചുകൊണ്ട് അവരെ എതിർക്കുന്ന രീതിയിലേക്ക് പോകുന്നത് എന്തൊരു കഷ്ടമാണല്ലേ. നന്ദിയില്ലാത്ത വർഗം എന്ന് പറയുന്ന മനുഷ്യൻ തന്നെയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്, പല രീതിയിലും കണ്ടിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട പട്ടിയുടെ സ്നേഹമാണ്, മൃഗമായിട്ടുള്ള പട്ടിയുടെ സ്നേഹം. ആ സ്നേഹം പോലും മനുഷ്യനെ കൊണ്ട് ഒരിക്കലും കൊടുക്കാനും പറ്റില്ല, മനുഷ്യൻ ആ രീതിയിൽ ബിഹേവ് ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ രേണുവിൻ്റെ സുധി എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പലപ്പോഴും പറഞ്ഞു സുധി എന്ന പേര് ഞാൻ ഇവിടെ പറഞ്ഞ് അയാളെ അവഹേളിക്കുന്നില്ല. രേണുവിൻ്റെ പിതാവിന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഞാനത് ഒന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ആദ്യം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയ വരെ നിരത്തുന്നു. പറഞ്ഞ പച്ചക്കള്ളം ഞങ്ങൾ കൊല്ലംകാരെ താമസിപ്പിക്കാൻ വേണ്ടിയാണ് നീ വന്ന് ഇവിടെ താമസിച്ചു. തനിക്കാരെങ്കിലും ഇവിടെ കൊണ്ട് വീടൊക്കെ വേണ്ടി താമസിച്ചു, അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ താമസിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ സുധിയുടെ നാണം ഉണ്ടോടാ. പ്രായത്തിനെ ബഹുമാനിക്കുന്നുണ്ട്, ഞാൻ അതിനപ്പുറത്തേക്കൊന്നും പറയുന്നില്ല. മോളുടെ ഭർത്താവ് മരിച്ച് മകൾ വഴിയാധാരമാകുമെന്ന് അറിഞ്ഞപ്പോൾ സുമനസ്സുകൾ സഹായിക്കാനായിട്ട് മുന്നിലേക്ക് വന്നു. അവരങ്ങനെ സഹായം ചെയ്ത് കൊടുത്തപ്പോൾ അവരുടെ മുന്നിൽ വന്നിരുന്നിട്ട് തന്തയില്ലായ്മ പറയാൻ നാണമുണ്ടോ? നിനക്ക് ആരെങ്കിലും താമസിപ്പിക്കണമെങ്കിൽ നീ ഒരു താമസിപ്പിച്ചോളാം. ഒരു കഴിവുമില്ല, കാലണ പൈസ നിന്റെ പോക്കറ്റിൽ എടുക്കാനില്ലാഞ്ഞിട്ട് നീ വന്നിട്ട് പറയുകയാണ് ഫിറോസിനെയും അതേപോലെ നോബിൾ എന്ന് പറയുന്ന അച്ഛനെ പറ്റി അപരാധം എന്ന് പറയുമ്പോൾ എന്താണ് നിനക്ക് കിട്ടുന്നത്? എന്ത് സമാധാനമാണ് നിനക്ക് കിട്ടുന്നത്? ഞാൻ ആദ്യം പറയാം, സഹായിച്ചവരെ കുറ്റം പറയുന്ന തന്തയില്ലായ്മയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്, അച്ഛനും മകളും കൂടിയിട്ട്, അല്ലെങ്കിൽ ഒരു കുടുംബം മുഴുവനായിട്ടും കൂടിയിട്ട്. നമുക്ക് ബാക്കിയൊന്ന് കണ്ടു നോക്കാം. ഫിറോസ് വന്ന് ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയ വരെ നിരത്തുന്നു. രേണു പറഞ്ഞ പച്ചക്കള്ളം ഞങ്ങൾ കൊല്ലംകാരെ താമസിപ്പിക്കാൻ വേണ്ടിയാണ് നീ വീടുണ്ടാക്കി. വന്ന് ഇവിടെ താമസിച്ചു. തനിക്കാരെങ്കിലും ഇവിടെ കൊണ്ട് വീടൊക്കെ വേണ്ടി താമസിച്ചു, അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഇതൊന്നുമില്ല. സുധിയുടെ അമ്മ ഇവിടെ താമസിക്കാമെന്ന് ഓർത്തുന്നില്ല. അങ്ങനെ ഓർത്താണ് ഈ പിള്ളേർക്ക് വീട് നാട്ടുകാർ പൈസ കൊടുക്കും. ഇങ്ങനെ സംസാരിച്ച ഈ ഫിറോസാണ് ഇന്നിരുന്നുകൊണ്ട് രേണു കള്ളം പറഞ്ഞു, രേണു പച്ചക്കള്ളം പറഞ്ഞു. ഞാൻ തുറന്നതാ. ഞാനിപ്പോൾ പറയുമ്പോഴും ചിലപ്പോൾ ഒരു പക്ഷേ ചോദിക്കാം ഇവൻ എന്നാ കാര്യമെന്ന്. അത് എനിക്കിതാ. നീ അവിടെ ഇരിക്കുന്ന മിണ്ടായിരുന്നു. എല്ലാ ലോകരും ഈ ഫിറോസ് മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. 5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ആരവനെ സംരക്ഷിക്കും? അവനെ ഞങ്ങൾ നാളെ പോകാം. ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും? ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ, വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്കാം. ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും?
ഫിറോസ് എന്ന് പുള്ളി പറയുന്നത് ഇനി ഞാൻ ആർക്കും സഹായം ചെയ്യത്തില്ല. ഒരിക്കലും ഇങ്ങനത്തെ സഹായം ചെയ്യരുതേ എന്ന് എനിക്കൊരു അപേക്ഷ കൂടെ ഉണ്ട്. ഒരു തന്തയോ ഒരു വീട്ടിലെ അത്താണി എന്ന് പറയുന്ന ഒരാൾ മരിച്ചു പോയി കഴിയുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് വന്നിട്ട് വെറും കള്ളനും കള്ളിയാക്കുന്ന ആ സ്വഭാവക്കാർ ഒരിക്കലും ആർക്കും ഇത് വെച്ച് കൊടുക്കരുത്. ദൈവമേ, ആരും ഞങ്ങളെ പോലെ ഇതുപോലൊരു അവസരത്തിൽ ചെന്ന് വരുത്തരുത് ഞാൻ ചെയ്യുന്നവരോട് സാധിക്കും. കാരണം അതിന്റെ വേദന ഞങ്ങൾക്കറിയാം. ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ലിവിംഗ് ഏരിയ, അവിടെ നിന്ന് എന്തായാലും വെള്ളം ഇങ്ങോട്ട് അടിച്ചു പോകും. സംശയമുള്ളൊരു മഴക്കാലത്ത് വന്നാൽ ഇവിടെ വന്ന് ഞാൻ കാണിച്ചത് സുധി പച്ചക്കള്ളം പറഞ്ഞു. ഞാൻ എന്തിനാണ് കള്ളം, എനിക്കിത് കള്ളം പറഞ്ഞിട്ട് ഒന്നും നേടാനാവില്ല. കഫ്റ്റിയോടെ ഇരുന്നപ്പോൾ തന്നെ എന്താ വെച്ചാൽ വെള്ളം എന്ന ചെറിയ മഴ പെയ്തപ്പോൾ അത് അനുഭവിച്ചതല്ലേ. ചെറിയ ഈ മുറിയിൽ ഈ സോഫയിൽ ഇരുന്ന് സംസാരിച്ചപ്പോഴല്ലേ വെള്ളം ദേഹത്തോട്ടിരിക്കുന്നത് ആണോ? ഒരാൾ നിങ്ങളുണ്ട് ഈ വീട്ടിൽ എവിടെ ഒരു കല്ലെടുത്ത് തൂക്കാൻ ഒന്നും പറ്റത്തില്ല. ആണി അടിക്കാൻ പറ്റത്തില്ല. എന്നെ ആണി അടിച്ചാൽ ഇത് താഴോട്ട് പോകുന്നു ഇദ്ദേഹത്തിന് അറിയാം. ആ പറഞ്ഞ വ്യക്തി ഈ ഫാൻ ഫിറ്റ് ചെയ്തിരുന്ന 1.5 ഇഞ്ചിന്റെ ആണി കൊണ്ടാണ് ഈ ഫാൻ ഇത്രയും പൊക്കത്ത് ഫിറ്റ് ചെയ്തത്. ഞാൻ ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇത് ഒരു സൗണ്ട് കിട്ടും. ഞാൻ എന്തായാലും ഇങ്ങനെ പുറത്തോട്ട് എന്തോ വരുന്ന പോലെ തോന്നി. പെട്ടെന്ന് ഞാൻ തട്ടി കഴിഞ്ഞപ്പോൾ ഫാനിന്റെ ഒരു സൈഡ് വന്ന് എന്റെ ഇവിടെ ഇടിച്ച് ഇദ്ദേഹത്തിന് ആര് പറഞ്ഞു ഞങ്ങൾ എന്ന് പറഞ്ഞു ഇയാളൊന്ന് പണിയാൻ. എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കും. നിങ്ങളൊന്ന് കാണണം. നിങ്ങൾക്കൊന്നും അറിയത്തില്ല. നാട്ടുകാർ മലയാളികൾ നിങ്ങളൊന്ന് കാണണം. ഇതെന്നാ കാണിച്ചു വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കള്ളമല്ല പറയുന്നത്. ഇയാൾ പറഞ്ഞ കള്ളം എവിടെ നനഞ്ഞെന്ന് പറഞ്ഞില്ല. അവർക്ക് അറിയാമോ ഇത് അവിടെ ചോരുന്നത് എന്താന്ന്. ഈ വ്യക്തിയാണ് ഈ കഴിഞ്ഞ ദിവസം രേണു ഇവിടെ നനയെന്ന് പറഞ്ഞപ്പോൾ രേണു പറഞ്ഞ പച്ച കള്ളമാണെന്ന്. കാരണം അതുപോലെ തന്നെ രണ്ടാമത് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇദ്ദേഹം ഉൾപ്പെടെ ഉണ്ടാക്കിയ ആൾ തന്നെ ഇപ്പൊ വിമർശിച്ചല്ലോ രേണു പറഞ്ഞ കള്ളമാണ്. ഒരു സത്യം ഞാൻ പറയാം. 1 വർഷം കഴിഞ്ഞു ഈ വീട് ഉണ്ടാക്കിയിട്ട് ഇന്ന് വരെ ഇതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല. അറിയാവോ? ഫിറോസ് പറഞ്ഞു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. കഴിവില്ലാത്തൊരച്ഛനും ഒരു കഴിവുമില്ലാതെ എന്തെങ്കിലും ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് പ്രദർശിപ്പിച്ച് നടക്കുന്ന രേണു എന്ന് പറയുന്ന ഒരു മകളും എന്നിട്ട് വന്നിരുന്നിട്ട് പറയുന്നതോ ഇത്രയും അവർക്ക് വേണ്ടി സഹായം ചെയ്ത് കൊടുത്തിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുള്ളൂ. ഇന്ന് രാത്രി പോലും ഇവർ കിടന്നുറങ്ങുന്ന ആ വീട്ടിലായിരിക്കും. എന്നിട്ടാണ് ഈ വന്നിരുന്ന് കുറ്റം പറയുന്നത്. ഇങ്ങനെ വീട് ആർക്കും വെച്ച് കൊടുക്കരുതേ, നിങ്ങൾ ഇങ്ങനത്തെ ഉപകാരം ആർക്കും ചെയ്യരുതേ, ഈ വീട്ടിൽ കുമ്മായം കൊണ്ടാണ് പണിഞ്ഞിരിക്കുന്നത്. 3 പേർക്കോ 4 പേർക്കോ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് ഒരു വലിയൊരു വീട് പണിത് കൊടുത്തപ്പോൾ അവിടെ അട്ടിപ്പേറി വന്ന് കിടന്നിട്ട് ഇവരെ പറയുകയാണ്, അതായത് ഈ വീട് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഒരു വീടില്ലാത്തവർക്ക് അറിയാം എൻ്റെ വിഷമം. സർക്കാരിൻ്റെ ചിലവിൽ അല്ലെ സർക്കാർ നിങ്ങൾക്ക് ഒരു വീട് വെച്ച് തന്നിരുന്നെങ്കിൽ നിങ്ങൾ ആരോട് പരാതി പറഞ്ഞേനെ? ഒരു 2 മുറിയും ഒരു അടുക്കളയും ഒരു ഹാളും പണിതു തരും. അത് വേണമെങ്കിൽ തേച്ചോ അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ചോ നിങ്ങൾ താമസിച്ചോണം, വേണമെങ്കിൽ ലൈറ്റ് കിട്ടണം. അങ്ങനെ ഒരു വീട് തന്നിരുന്നെങ്കിൽ അത് മതിയായിരുന്നു ഇവർക്ക്. അർഹതപ്പെട്ട ആളുകളുടെ കരങ്ങളിലേക്ക് സഹായം ചെന്നിരുന്നെങ്കിൽ അവരിങ്ങനെ കുറ്റം പറയില്ല. അവർ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർ കുറ്റം പറയില്ല. ഇത് തിണ്ണമെടുക്ക് കാണിക്കുകയാണ്. തിന്ന് ടെല്ലിനിടെ കയറിയിട്ടുള്ള ഒരുമാതിരി കുത്തിക്കഴപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അതാണ് ഇവിടെ രേണുവിൻ്റെ കുടുംബവും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞിന് താമസിക്കാൻ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആ വിഷമങ്ങൾ, ആ കുഞ്ഞ് വളരുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് നിങ്ങളുടെ ആവലാതിയെങ്കിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റിയാണ് നിങ്ങളുടെ ചിന്ത എന്നുണ്ടെങ്കിൽ അവിടെ രേണു എന്ന് പറയുന്ന ആ കുഞ്ഞിൻ്റെ അമ്മയല്ലേ, രേണുവിന് അവിടെ നിന്നാൽ പോരെ? എന്തിനാണ് ഈ കുടുംബങ്ങളെല്ലാം അവിടെ കൊണ്ട് താമസിപ്പിക്കുന്നത്? അവിടെ താമസിക്കാൻ നിങ്ങൾക്കൊരു അവസരം തന്ന് അത്രയും വലിയൊരു വീടും തന്ന് വസ്തുവും ഒക്കെ തന്നിട്ട് 50 ലക്ഷം മുകളിൽ വില വരുന്നൊരു വസ്തുവാണ് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി എഴുതി തന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് അവരെ തന്നെ കുറ്റം പറയുന്നത് എന്ത് തന്തയില്ലായ്മയാണ് അല്ലേ? ഇതിനപ്പുറത്തേക്ക് കൂടുതൽ വാക്കുകളുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല, കാരണം സ്ത്രീയാണ്. ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ പറയുന്നത് ശരിയല്ല. എന്നിട്ടും എനിക്കിത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഞാൻ പറയുന്നത്. ഒരു നന്ദികേടെന്ന് പറയുന്നതിൻ്റെ അങ്ങേയറ്റം, നന്ദികേടറ്റ് പീക്ക് ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് ഇവിടെ രേണുവും കുടുംബവും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സുധി എന്നുള്ള പേരൂടെ കൂടെ ചേർത്തുകൊണ്ട് എൻ്റെ രേണു സുധി, എൻ്റെ സുധിച്ചേട്ടൻ്റെ വീട്, എൻ്റെ സുധിച്ചേട്ടന് വേണ്ടി പണിത് തന്ന വീട് സുധിലയം നശിച്ചു പോവുകയാണ്. അത് ഞാനല്ല കുഴപ്പം, വെള്ളം ചോരുന്നു എന്ന്. ആ വെള്ളം ചോരുന്നെങ്കിൽ അവിടെ ഒരു പത്രം എടുത്ത് മറക്കുക, ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക ചെയ്യാലോ ഇവർക്ക്. എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല? ദാനം കിട്ടിയതിനെ നശിപ്പിച്ചിട്ട് തന്ന ആളുകൾ ഇങ്ങനെയാണ്, തന്ന ആളുകൾ അതിൻ്റെ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരുന്നില്ല, അത് വേണമെങ്കിൽ നിങ്ങൾ പോയി എടുത്തോളാൻ പറ. അങ്ങനെ പറഞ്ഞിട്ടുള്ള കണക്കായിപ്പോയി. അങ്ങനെ തന്നെ വേണം. നീയൊക്കെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് തെണ്ടുന്ന അയാൾ കാണും, അല്ലെങ്കിൽ അത് സമൂഹം കാണും. ഇങ്ങനത്തെ കൊള്ളരുതായ്മകൾ പറയുമ്പോൾ സഹായം കിട്ടിയ, ദാനം കിട്ടിയൊരു വീട് നശിപ്പിച്ച് കളയുമ്പോൾ വീട് ഇന്നേ വരെ വെക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഒരു വീട് സ്വന്തമായിട്ടില്ലാത്ത ആളുകൾക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് കൂടുതൽ ഇതിൽ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ഇത് അർഹതപ്പെട്ട ആളുകളുടെ കരങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചീത്തപ്പേര് പണിത് കൊടുത്ത ആൾക്കോ അല്ലെങ്കിൽ ആ വീട് വെക്കാനായിട്ട് സ്ഥലം കൊടുത്ത നോബിൾ എന്ന് പറയുന്ന ബിഷപ്പിനോ ഉണ്ടാവില്ലായിരുന്നു. ഇത് കൊടുത്തിട്ട് കിട്ടിയതിൻ്റെ കാശ് കൂടുതൽ കിട്ടിയപ്പോൾ കണ്ണ് മഞ്ഞളിച്ചപ്പോൾ സഹായം ചെയ്ത ആളുകളെ മറന്നു. സഹായം ചെയ്ത ആളുകൾക്കെതിരെ തന്തയില്ലായ്മ പറയാനായിട്ട് മുന്നിലേക്ക് വരാനായിട്ട് കാരണമായി. അപ്പോൾ ഇതിൽ രേണു സുധി എന്ന് വീണ്ടും നമ്മളങ്ങ് പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഇതിൽ രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാൻ ഇടയുണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി വീട് തല്ലിപ്പൊളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വെറൈറ്റി മീഡിയയിൽ രേണു വന്നിട്ട് പറയുന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ അതോടെ ഒന്ന് പ്ലേ ചെയ്യാം. എന്തുകൊണ്ടാണ് ഒരു വീടിന് ഇത്രയധികം പരാതികളായിട്ട് വരാൻ? ഞാൻ ഡിമാൻഡ് കാണിച്ചില്ല, പരാതി പറഞ്ഞു. എനിക്കല്ലല്ലോ വീട് തന്നത്, എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത വീടാണ്. വീട് ചോരുന്നുണ്ട് രേണു സുധി. അപ്പം ഞാൻ അവിടെ നിന്ന് വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മഴ, ഇതാണ് പറഞ്ഞത്. ശരിക്കും ആ ചാനലുകാരൻ എങ്ങനെ മനസ്സിലായി ഈ വീട് ചോരുന്നുണ്ട്? ആലോചിക്കുന്ന ആ വീടൊന്ന് മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് എൻ്റെ ഒരു തീരുമാനം, ആലോചനയാണ് ഞങ്ങളുടെ വീട്. കാരണം
അങ്ങനെയാണെങ്കിൽ ഈ വീട് തന്ന സമയത്ത് തന്നെ നിങ്ങളിത് ചെയ്യണമായിരുന്നു. അല്ലാതെ വീടും മേടിച്ച് വീടും നശിപ്പിച്ചിട്ട് നിങ്ങൾ അവിടുന്ന് ഇപ്പോൾ ഇറങ്ങി കൊടുക്കാമെന്ന് പറയുമ്പോൾ വലിയ എന്തോ ധീരമായിട്ടുള്ള എന്തോ വലിയ ദാനം അല്ലെങ്കിൽ വലിയൊരു മനസ്കഥയ്ക്ക് ഉടമയാണെന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഇനി ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് രേണു കാണിക്കുന്ന പോരാട്ട നാടകമാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാമാന്യ ബോധം ചോറ് കഴിക്കുന്നവർക്ക് മനസ്സിലാവും. എത്രയോ സഹായഹസ്തങ്ങൾ വന്നു. സുധി എന്ന് പറയുന്ന കലാകാരനെ സ്നേഹിക്കുന്ന എത്രയോ ആളുകൾ രേണുവിനെയും കുടുംബത്തിനെ സഹായിച്ചു. അതൊക്കെ പക്ഷെ വെറുതെ ആയിപ്പോയി എന്നുള്ളത് സഹായിച്ച ഓരോ ആളുകൾക്കും അറിയാം. ഇവൻ 100 രൂപ കൊടുത്ത ആളുകളാണെങ്കിൽ പോലും അവരുടെ മനസ്സിലൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ഇത് ഇവർക്ക് ഞാൻ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഞാൻ ഇവർക്ക് വേണ്ടി കൊടുത്തു, നന്ദിയില്ലാത്തവർക്ക് വേണ്ടി എന്തിനു കൊടുത്തു എന്നുള്ളത്. വെറുതെ എടുത്ത് ആറ്റിൽ കളഞ്ഞിരുന്നെങ്കിലും അതുപോലും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഇത് ചെയ്തു കൊടുത്ത ആളുകളുടെ പേരിൽ ഇവർ വലിയ രീതിയിലുള്ള അപഖ്യാതികളും അപരാധങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അത് ആ വ്യക്തികളെ, അത്രയും വലിയ സ്റ്റാറ്റസ് ഉള്ള വ്യക്തികളെ ഏത് രീതിയിൽ എഫക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. അപ്പോൾ ബാക്കി ഒന്ന് കേട്ട് നോക്കാം. കേട്ട് മടുത്തു. ഞങ്ങൾ അവിടെ നിൽക്കുന്നതിനാണ് പ്രശ്നം. ഞങ്ങളുടെ വീടല്ലല്ലോ. നിങ്ങളുടെ വീടല്ല, നിങ്ങൾക്ക് ദാനം തന്ന വീടാണ്. ആണെന്ന് ആരെങ്കിലും പറഞ്ഞോ? നിങ്ങളുടെ വീടാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? നിന്ന് ക്ലോക്ക് വീണു, തകർന്നു. അത് ഫാനാണ് ഏറ്റവും വലിയ പ്രൊജക്ട് ആയിരുന്നു. മുന്നോട്ട് കാണുമ്പോൾ ആ വീടിന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇപ്പോഴേ കിടന്ന് പഠിച്ചു, ഇപ്പോഴും ഞാൻ കള്ളിയാവും. ഇനി ഇത് ഇറങ്ങി കഴിയുമ്പോൾ രേണുസുതി കള്ളിയാവും. ശരിക്കും അങ്ങനെ ഒരു വീട് തന്നു കഴിഞ്ഞിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് താമസിക്കുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയല്ലേ അത്? ഒരു മുട്ടായി കിട്ടിയാൽ നന്ദി പറയുന്ന രേണുസുതി എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി കിട്ടിയിട്ടും അതിനോടൊരു കടപ്പെട്ടിരിക്കുന്നത്? ഞാൻ എന്നും നന്ദിയുള്ളതായിട്ട് തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു അല്ല, അപ്പയോടാണ് പറഞ്ഞത് ഇടിച്ചു പൊളിക്കുമെന്നൊക്കെ പറഞ്ഞാലോ, അങ്ങനെയൊക്കെ പറഞ്ഞാലോ, എങ്ങനെ പറഞ്ഞാലോ പറഞ്ഞെങ്കിൽ അത് കണക്കായിപ്പോയി എന്നേ പറയാനുള്ളൂ. കാരണം ഒരു വീട് പണിത് കൊടുത്തതിൻ്റെ പേരിൽ, ദാനം നൽകിയതിൻ്റെ പേരിൽ എത്രയേറെ ഒരു വ്യക്തിയെ ക്രൂശിക്കുന്നുണ്ട്, എത്രയേറെ ഒരു വ്യക്തിക്കെതിരെ ഇവർ ഈ പറയുന്ന പരാമർശങ്ങളുമായിട്ട് മുന്നിലേക്ക് വരുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിൽ ആ വ്യക്തിയുടെ ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ടാവും. ഈ ഒരു വീട് വെച്ച് കൊടുത്ത വലിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു. ആ പ്രൊജക്റ്റിൻ്റെ പേര് അവർക്ക് ഒരുപാട് ബിസിനസ്സൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് വീണ്ടും കിട്ടിയ ബിസിനസ്സുകൾ അവരൊക്കെ വേണ്ട എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ അവർ ഇനി ഒരിക്കലും ഇവരെ വിളിക്കരുതെന്ന് പറയുമ്പോഴും അവരുടെ വലിയൊരു സാമ്രാജ്യമല്ലേ അവിടെ തകർന്നു വരുന്നത്. അതും വെറുതെ ഒരു സ്ത്രീയുടെ ഒരു പരാമർശത്തിൻ്റെ പേരിൽ. അയാൾ ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ ഓക്കെ, ഒരു സഹായം ചെയ്തു എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ്. ഈ നോബിൾ എന്ന് പറയുന്ന ബിഷപ്പും അതേപോലെ ഫിറോസ് എന്ന് പറയുന്ന ഈ ബിൽഡേഴ്സിൻ്റെ ഓണറായിട്ടുള്ള വ്യക്തിയൊക്കെ ചെയ്തത് ഒരാളെ സഹായിച്ചതാണ് അവരുടെ ജീവിതത്തിൽ അവരെ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത്. ഇതുകൊണ്ടൊക്കെ സംഭവിക്കുന്ന എന്താണ്? ഇനി നാളെ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഒരു ദുരിതം അനുഭവിക്കുന്ന ഒരു വ്യക്തി മുന്നിൽ വന്ന് കരഞ്ഞെങ്കിൽ പോലും, കാല് പിടിച്ചാൽ പോലും ഇവരെന്നല്ല ഒരാൾ പോലും സഹായിക്കില്ല. കാരണം അതിനൊക്കെയുള്ള മറുപടി രേണു എന്ന് പറയുന്ന ആളുകളും അവരുടെ കുടുംബവും നമുക്കൊരു നേർക്കാഴ്ചയായിട്ട് മുന്നിലേക്ക് നിൽക്കുന്നുണ്ട്. ഇനിയും നമ്മളാണെങ്കിൽ പോലും ഒരു 100 രൂപ പോലും ഒരാൾക്ക് വെറുതെ കൊടുക്കില്ല. ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നൊക്കെ പലപ്പോഴും പഴമക്കാർ പറയാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് കൊടുക്കുന്നത് കിട്ടേണ്ട ആളുകൾ അർഹരാണോ, അല്ലെങ്കിൽ നമ്മളിത് കൊടുക്കുന്ന ആളുകൾ അതിന് അർഹരാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ നമ്മളത് ചിന്തിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെയുള്ള അബദ്ധങ്ങളിൽ നമ്മളും ചെന്ന് ചാടും. സഹായിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവനും അതിൻ്റെ കുറ്റപ്പെടുത്തലും പേറിക്കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒരു വലിയൊരു സാമ്രാജ്യം, ബിസിനസ് എന്ന് പറയുന്ന ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് പടുത്തുയർത്തിക്കൊണ്ട് വരുന്ന ഒരു സംരംഭമൊക്കെ ആയിരിക്കും. അതൊക്കെ തകിടം മറിക്കാനായിട്ട് ഇതുപോലെയുള്ള ഒരു പൊളിവചനങ്ങളൊക്കെ മതി, അല്ലെങ്കിൽ ഇതുപോലത്തെ ഉള്ള ഉടായ്പുമായിട്ട് സ്ത്രീകൾ മുന്നിലേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ വന്നാൽ മതി. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് കാണുന്ന കേരളത്തിലെ ജനങ്ങൾക്കറിയാം നിങ്ങൾ എത്രത്തോളം അതിൽ ആത്മാർത്ഥത, നീതി പുലർത്തിയിട്ടുണ്ടെന്നുള്ളതും. അതിനുള്ള ഒരു നിങ്ങൾക്ക് പരിഗണന ജനങ്ങളുടെ ഭാഗത്തു നിന്ന്, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും കിട്ടും. പക്ഷേ രേണുസുതിയും കുടുംബവും കാണിക്കുന്ന ഈ ചെറ്റത്തരം ഇനിയും ഇത് ആവർത്തിച്ചുകൂടാ. ഇനിയും സഹായിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കാതിരിക്കുക. സ്വന്തം കാലിൽ നിൽക്കാൻ ഇവർ പഠിച്ചെങ്കിൽ മാത്രമേ ഇവരുടെ ഉള്ളിൽ അഹങ്കാരവും അഹന്തയും എല്ലാം മാറിയുള്ളൂ. ഇവർ സ്വന്തം കാലിൽ നിൽക്കാതെ മറ്റുള്ളവരുടെ സഹായഹസ്തങ്ങൾ കിട്ടിയപ്പോൾ സ്വയമേ അഹങ്കാരമായി മാറി. ആ അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബം മുഴുവൻ അഹങ്കരിക്കുന്നതിൻ്റെ ഒരു വലിയൊരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ആ സുധി മരിച്ചപ്പോൾ ആ സുധിയെ വിറ്റുകൊണ്ട് കാശാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് രേണു എന്ന് പറയുന്ന സ്ത്രീയോടെ കാണിക്കുന്നത്. രേണു സുധി എന്ന് എപ്പോഴും പറഞ്ഞ് രേണു അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ അവസ്ഥ തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ്. എന്തൊരു കഷ്ടമൊക്കെയാണല്ലേ.